സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാപ്രവർത്തകരുടെ സമരം 100 ദിവസം പിന്നിട്ടിട്ടും നടപടിയൊന്നും സ്വീകരിക്കാത്തത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് ആശാപ്രവർത്തകർ സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് മെയ് 25-ന് പെരുമ്പാവൂരിൽ പൗരസ്വീകരണം നൽകും. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരയാത്ര ജൂൺ 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിച്ചത്. എന്നാൽ സമരം 100 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ പ്രതികാര ബുദ്ധിയോടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നാരോപിച്ചാണ് ആശാപ്രവർത്തകർ രാപ്പകൽ സമരയാത്ര സംഘടിപ്പിക്കുന്നത്. സമരയാത്ര ജൂൺ 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് നാളെ പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പൗരസ്വീകരണവും വരവേൽപ്പും സംഘടിപ്പിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ സമിതി ഭാരവാഹികളായ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ, വർഗീസ് പുല്ലുവഴി, കെ.സി. ജയൻ, കെ ശോഭ, വി.പി. നൌഷാദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആശാവർക്കർമാരെ സംബന്ധിച്ച് പ്രതിസന്ധി സമയങ്ങളിലെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും അവരുടെ ജീവൻ പോലും വകവയ്ക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവന് കൂടുതൽ വില കൽപ്പിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നിന്ന ആളുകളാണ് കേരളത്തിലെ ആശാവർക്കർമാർ. അങ്ങനെ വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും വേതനം ലഭിക്കുന്നതിലെ കുറവിനെ കുറിച്ച് ഒന്നും അവർ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അതിനുശേഷമാണ് അവരുടെ വേതനം വർദ്ധിക്കണം എന്നുള്ള ന്യായമായ അവകാശം ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചത്. ഏറ്റവും അടിസ്ഥാനപരമായ ശമ്പളം ലഭിക്കുന്ന അല്ലെങ്കിൽ ഓണറേറിയം ലഭിക്കുന്ന കേരളത്തിലെ ആശാ വർക്കർമാരുടെ ന്യായമായ അവകാശത്തിന്റെ മുമ്പിൽ കണ്ണടച്ചു എന്ന് മാത്രമല്ല, അവർ നൽകിയ അപേക്ഷയോ അവർ നടത്തിയ സമര പ്രഖ്യാപനമോ കണ്ടില്ലെന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അതിനെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.